The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Welcome back, dear my children. I do feel that you people are doing great at home. So today we are going to conclude our second chapter, that is motion. So hope you understood the topics which we have discussed in our previous class, that is uniform velocity and non-uniform velocity, and the examples too. So here we are going to begin the session with the topic acceleration. So let's get into the topic acceleration. So listen carefully. Listen children, in this chapter, till now we have learned concepts like distance, displacement, speed and velocity. Right? Uniform speed, non-uniform speed, uniform velocity, non-uniform velocity classification. Next we are going to learn another concept, that is acceleration. So acceleration, acceleration is a new concept. Acceleration. So എന്താണ് acceleration? അല്ലെങ്കിൽ എവിടെയാണ് ഈ acceleration വരുന്നത്? Yes, acceleration. What is acceleration? In order to understand this concept, you have to imagine this, that is you are traveling in a car. ഓക്കെ, നിങ്ങളൊരു കാറിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊരു കാറിൽ ട്രാവൽ ചെയ്യുമ്പോൾ സെയിം സ്പീഡിലാണോ പോയിക്കൊണ്ടിരിക്കുക ത്രൂ ഔട്ട് ദ ജേർണി? അല്ല അല്ലേ, ഫസ്റ്റ് നിങ്ങളൊരു സ്പീഡിൽ പോവും, അത് കഴിഞ്ഞ് കുറേ സമയം കഴിയുമ്പോൾ സ്പീഡ് കൂട്ടും അല്ലെ. എങ്ങനെ സ്പീഡ് കൂട്ടുക? ഗിയർ ചേഞ്ച് ചെയ്ത് നമ്മൾ സ്പീഡ് കൂട്ടാനായിട്ട് എന്താ അവിടെ ചെയ്യുന്നത്? യെസ്, ആക്സിലറേറ്ററിൽ പ്രസ് ചെയ്യും. ആക്സിലറേറ്ററിൽ പ്രസ് ചെയ്യുമ്പോഴാണ് അത് എന്ത് ചെയ്യുക? സ്പീഡ് അവിടെ മാറുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നത്. സോ വെലോസിറ്റിക്ക് ഒരു ടൈം ഇന്റർവെല്ലിൽ സംഭവിക്കുന്ന ചേഞ്ച്, ദാറ്റ് ഇസ് നോൺ ആസ് ആക്സിലറേഷൻ. സോ എന്തുകൊണ്ടാണ് നമ്മൾ അവിടെ ആക്സിലറേറ്റർ എന്ന് വിളിക്കുന്നത്? ആക്സിലറേറ്ററിൽ പ്രസ് ചെയ്യുമ്പോഴാണ് അവിടെ സ്പീഡ് ചേഞ്ച് ആവുന്നത് അല്ലെ, അല്ലെങ്കിൽ വെലോസിറ്റി മാറുന്നത്. സോ എന്തുകൊണ്ടാണ് ആക്സിലറേറ്റർ എന്ന് വിളിക്കുന്നത്? മനസ്സിലായോ? ഓക്കെ, അപ്പോൾ സ്പീഡ് നമ്മളൊരു പർട്ടിക്കുലർ സ്പീഡിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവിടെ നമ്മൾ സ്പീഡ് കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്യും? ആക്സിലറേറ്ററിൽ പ്രസ് ചെയ്ത് സ്പീഡ് നമ്മൾ കൂട്ടും. സോ ദാറ്റ് ഈസ് നോൺ ആസ് ആക്സിലറേഷൻ. അവിടുത്തെ വെലോസിറ്റിക്ക് വരുന്ന ചേഞ്ച്, യൂണിറ്റ് ടൈമിലുള്ള ചേഞ്ചിനെയാണ് നമ്മൾ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഇനി സ്പീഡ് കുറയ്ക്കണമെങ്കിലോ എന്താ ചെയ്യുക? എസ്, ബ്രേക്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് കുറയ്ക്കാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ അതേപോലെ സ്പീഡ് കൂട്ടുന്നതിനെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ, സ്പീഡ് കുറയ്ക്കുന്നതിനെ നമ്മളൊരു പേര് പറയും, ദാറ്റ് ഈസ് റിട്ടാർഡേഷൻ. എന്താണ്? റിട്ടാർഡേഷൻ. ഓക്കെ, so retardation that we will discuss later. Now we are going to learn the concept acceleration. അപ്പോൾ എവിടെയാണ് ആക്സിലറേഷൻ വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. നമ്മൾ നോൺ യൂണിഫോം വെലോസിറ്റീസ് ഡീൽ ചെയ്യുമ്പോഴാണ് അവിടെ ആക്സിലറേഷൻ വരുന്നത്, അല്ലെങ്കിൽ നോൺ യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റിയിൽ ചേഞ്ച് വരിക. സോ യൂണിറ്റ് ടൈമിൽ വെലോസിറ്റിക്കുള്ള ചേഞ്ച്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ആക്സിലറേഷൻ എന്ന് പറയാം. സോ വാട്ട് അബൌട്ട് ആക്സിലറേഷൻ? ആക്സിലറേഷൻ ഇസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി. സോ അതിന്റെ എക്സ്പ്രഷൻ എങ്ങനെയാ? ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. ഓക്കെ, അപ്പോൾ ആക്സിലറേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ വെലോസിറ്റിയിലുള്ള ചേഞ്ചിനെ നമ്മൾ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അല്ലെങ്കിൽ വേറൊരു രീതിക്ക് നമുക്ക് ഈ എക്സ്പ്രഷൻ എഴുതാൻ പറ്റും, ദാറ്റ് ഈസ് ആക്സിലറേഷൻ അല്ലേ. സോ ആക്സിലറേഷൻ എയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് ആക്സിലറേഷനെ നമുക്ക് എ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ആൻഡ് ചേഞ്ച് ഇൻ വെലോസിറ്റി. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പം നമ്മൾ 40 മീറ്റർ പെർ സെക്കൻഡിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ 40 മീറ്റർ പെർ സെക്കൻഡ് 80 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറി അല്ലേ. അപ്പോൾ 40 മീറ്റർ പെർ സെക്കൻഡിന് 80 മീറ്റർ പെർ സെക്കൻഡ് ആയി വെലോസിറ്റി എങ്കിൽ അവിടുത്തെ വെലോസിറ്റി ചേഞ്ച് എന്താ വരിക? 40 80 അല്ലേ. അപ്പോൾ എത്ര വെലോസിറ്റി ചേഞ്ച് വരിക? 80 - 40, that is equal to 40 itself.
അല്ലെ? അല്ലെങ്കിൽ ഇപ്പോൾ 30 മീറ്റർ പെർ സെക്കൻഡിൽ നിങ്ങൾ ട്രാവൽ ചെയ്യാണ്, കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ വെലോസിറ്റി 50 മീറ്റർ പെർ സെക്കൻഡ് ആയി. സോ അവിടുത്തെ വെലോസിറ്റിയിലുള്ള ചേഞ്ച് എന്താ വരിക? 50 മൈനസ് 30, that is 20 meter per second. So ഏതൊരു സിറ്റുവേഷനിലും നിങ്ങൾ ചേഞ്ച് ഇൻ വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഫൈനൽ വെലോസിറ്റിയിൽ നിന്ന് ഇനീഷ്യൽ വെലോസിറ്റിനെ മൈനസ് ചെയ്യണം. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുക? ചേഞ്ച് ഇൻ വെലോസിറ്റി കിട്ടുക. സോ ചേഞ്ച് ഇൻ വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? ഫൈനൽ വെലോസിറ്റി, അതായത് നേരത്തെ പറഞ്ഞ കേസിൽ 50 മൈനസ് 30. സോ 50 is the final velocity and 30 is the initial velocity അല്ലേ? അപ്പൊ ചേഞ്ച് ഇൻ വെലോസിറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. Final velocity minus initial velocity divided by time, or else A is equal to final velocity ne namukku V വെച്ച് represent ചെയ്യാം, initial velocity ne U വെച്ച് represent ചെയ്യാം. ഒന്നുമില്ല, initial velocity എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി. ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാലോ ഫൈനൽ ആയിട്ട് നമ്മൾ അച്ചീവ് ചെയ്യുന്നത്. ഇപ്പൊ 30 50 ആയില്ലേ? അപ്പൊ 30 ആണ് ഇനീഷ്യലി പോകുന്ന വെലോസിറ്റി, 50 ആണ് ഫൈനൽ വെലോസിറ്റി. So final velocity minus initial velocity divided by time. So acceleration related problems നമുക്ക് ചെയ്യാൻ വരും. So acceleration related problems solve ചെയ്യുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു എക്സ്പ്രഷൻ നമ്മുടെ മെമ്മറിയിൽ ഉണ്ടായിരിക്കണം. Okay, so you have to keep this expression in your memory. So what is acceleration? Yes, acceleration is the rate of change in velocity. അല്ലെങ്കിൽ ഒരു particular time intervalൽ velocity ഉണ്ടാകുന്ന ചേഞ്ചിനെയാണ് acceleration എന്ന് പറയാ. So what about its expression? Acceleration is change in velocity by time. And what about this change? Final velocity minus initial velocity. Acceleration is represented by A, final velocity is represented by V, initial velocity is represented by U, and the time is represented by T. So A equal to V minus U by T. ഓക്കെ, അപ്പോൾ നിങ്ങൾ 9th സ്റ്റാൻഡേർഡിലേക്ക് പോകുമ്പോഴും ഈ എക്സ്പ്രഷൻ നിങ്ങളുടെ മെമ്മറിയിൽ ഉണ്ടായിരിക്കണം. സോ ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് equation. Clear? So acceleration A is equal to V minus U divided by T. What is V minus U? Yes, V is the final velocity and U is the initial velocity. And V minus U nu parnayal endha? Final velocity minus initial velocity. That is the change in velocity. And T is the time. Okay, so what about this acceleration? Is it a scalar quantity or vector quantity? We already know that velocity is a vector quantity. അല്ലേ? Velocity എന്ന് പറയുന്നത് ഒരു vector quantity ആണ്. And this acceleration is related to velocity. So acceleration എന്താ വരിക? Scalar quantity ആയിരിക്കോ vector quantity ആയിരിക്കോ? Yes, it's a vector quantity. Acceleration is a vector quantity. എങ്ങനെയാണ് acceleration vector quantity ആയത്? Because acceleration is related to velocity. ആ velocity എന്താണ്? Vector quantity ആണ്. അതുകൊണ്ട് accelerationും ഒരു vector quantity ആണ്. Now what about the unit of acceleration? Unit of acceleration. Yes, normal ആയിട്ട് നമ്മൾ എങ്ങനെ യൂണിറ്റ് കണ്ടുപിടിച്ചിരുന്നത്? Unit of acceleration. A എന്ന് എഴുതുന്നു. Unit of acceleration is equal to S. ഇവിടെ എന്താ വന്നിരിക്കുന്നത്? V minus U. V minus U എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is the change in velocity. അല്ലേ? Change in velocity എന്ന് പറഞ്ഞാലും it's a particular velocity. അതൊരു velocity ആയിരിക്കുമല്ലോ. So unit of acceleration is equal to unit of velocity divided by unit of time. Okay, so unit of acceleration is equal to unit of velocity divided by unit of time. ഇവിടെ unit of velocity എന്ന് എഴുതിയത് കൺഫ്യൂഷൻ ആവരുത്. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്നായിരുന്നു മുകളിൽ വന്നിരുന്നത് അല്ലേ? എക്സ്പ്രഷൻ ന്യൂമറേറ്ററിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്നാണ് വന്നത്. ചേഞ്ച് ഇൻ വെലോസിറ്റി പറഞ്ഞാലും അതൊരു വെലോസിറ്റി തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ യൂണിറ്റ്, അതിന്റെ യൂണിറ്റ് ഡയറക്റ്റ് ആയിട്ട് എഴുതിയത്. സോ യൂണിറ്റ് ഓഫ് ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു യെസ്, എന്താണ് വെലോസിറ്റിയുടെ യൂണിറ്റ്? യെസ്, ഇറ്റ് ഇസ് meter per second. And what about the unit of time? Already we know that is second. So meter per second, that is meter per second square. So what is the unit of acceleration? Meter per second square. So ഇത് നിങ്ങൾ ഓർക്കണം, ഡിസ്റ്റൻസിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും യൂണിറ്റ് എന്തായിരുന്നു?
മീറ്റർ ആയിരുന്നു. വെലോസിറ്റിയുടെയും സ്പീഡിന്റെയും യൂണിറ്റ് എന്തായിരുന്നു? മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു. ആൻഡ് വാട്ട് ഇസ് ദ യൂണിറ്റ് ഓഫ് ആക്സിലറേഷൻ? ദാറ്റ് ഇസ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. Now you have an idea about acceleration. എന്താണ് ആക്സിലറേഷൻ എന്നും എന്താണ് ആക്സിലറേഷന്റെ എക്സ്പ്രഷൻ എന്നും നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് അല്ലേ? ഇനി എങ്ങനെയാണ് ആക്സിലറേഷൻ കണ്ടുപിടിക്കുന്നത്? ലെറ്റ്സ് ഡു എ പ്രോബ്ലം. ലിസൺ ചിൽഡ്രൻ, ഒരു ജേർണിയുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അതായത് പല പല പൊസിഷൻസ് ABCDEF എന്നുള്ള പല പല പൊസിഷനിൽ ആ പൊസിഷനിൽ എത്തുന്ന ടൈമും അതേപോലെ ആ പൊസിഷനിൽ എത്തുമ്പോൾ ഉള്ള വെലോസിറ്റി. ഇപ്പോൾ ഒരു കാർ ആണെങ്കിൽ ആ കാർ ഈ പൊസിഷനിൽ എത്തുമ്പോൾ ഉള്ള വെലോസിറ്റീസും ഏതൊക്കെ സമയത്താണ് ഈ പൊസിഷനിൽ എത്തുന്നത് എന്നുള്ളതിൻ്റെയും ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെയുള്ള ഒരു കേസാണ് നമ്മൾ യൂണിഫോം സ്പീഡും നോൺ യൂണിഫോം സ്പീഡും പഠിക്കുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ലിസൺ, അപ്പോൾ എ എന്ന് പറയുന്ന പൊസിഷൻ അല്ലെ 0 ടൈമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. സോ എ എന്ന് പറയുന്ന പൊസിഷനിൽ എത്രയാണ് വെലോസിറ്റി? 0 മീറ്റർ പെർ സെക്കൻഡ് ആണ്. വെലോസിറ്റി ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ജേർണി അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ദെൻ ബിയിൽ എത്തുമ്പോഴോ വാട്ട് അബൌട്ട് ദ ടൈം? 5 seconds ആൻഡ് ദ വെലോസിറ്റി ഈസ് 5 മീറ്റർ പെർ സെക്കൻഡ്. പിന്നെ സിയിൽ എത്തിയപ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡ് ആയില്ലേ? അപ്പോൾ ദ വെലോസിറ്റി ചേഞ്ച് ചെയ്തു. എന്തുകൊണ്ടാണ് വെലോസിറ്റി എന്ന് ഇവിടെ എടുത്തു പറയുന്നത്? ബിക്കോസ് ഈ ജേർണി ഒരു സ്ട്രെയിറ്റ് ലൈനിലാണുള്ളത്. അപ്പോൾ ഡയറക്ഷൻ അവിടെ വന്നതുകൊണ്ടാണ് നമ്മളിവിടെ വെലോസിറ്റിനെ കൺസിഡർ ചെയ്യുന്നത്. സോ 5 മീറ്റർ പെർ സെക്കൻഡ് 10 മീറ്റർ പെർ സെക്കൻഡ് ആയി. എഗെയിൻ 10 പിന്നെ കുറച്ചു നേരം കോൺസ്റ്റന്റ് ആയി നിന്നു. പിന്നെ 10 എന്തായി? 6 മീറ്റർ പെർ സെക്കൻഡ് ആയി കുറഞ്ഞു. ദെൻ 6 മീറ്റർ പെർ സെക്കൻഡ് വീണ്ടും 0 മീറ്റർ പെർ സെക്കൻഡിലേക്ക് എത്തി. Okay, so in this case we can calculate acceleration. So the first one, distance traveled by the car from A to B. Okay, from A to B. Now A to B the initial velocity which is represented by small letter u. So what about the initial velocity? A യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വെലോസിറ്റി. ഇനിഷ്യൽ പറഞ്ഞാൽ എന്താ? സ്റ്റാർട്ടിങ്ങിലുള്ള വെലോസിറ്റി അല്ലേ? അപ്പോൾ A to B യില് ഇനിഷ്യൽ വെലോസിറ്റി എന്താ വരിക? സ്റ്റാർട്ടിങ്ങിലുള്ള വെലോസിറ്റി ദാറ്റ് ഇസ് 0 meter per second, where meter per second is the unit of velocity. Then what about the final velocity? A to B. So A യിലുള്ള വെലോസിറ്റി ആണ് ഇനിഷ്യൽ വെലോസിറ്റി 0 meter per second. അപ്പോൾ ഫൈനൽ വെലോസിറ്റി ഏതാ? B യിലുള്ള വെലോസിറ്റി ദാറ്റ് ഇസ് 5 meter per second. Again velocity ആയതുകൊണ്ട് യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് എഴുതി. Now what about the change in velocity? എങ്ങനെയാണ് ചേഞ്ച് ഇൻ വെലോസിറ്റി കണ്ടുപിടിക്കുക? ഫൈനൽ മൈനസ് ഇനിഷ്യൽ, ദാറ്റ് ഇസ് ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി. സോ 5 മൈനസ് 0. ഇവിടെ ഫൈനൽ വെലോസിറ്റി ഏതാ? 5 ആണ്. ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. സോ 5 മൈനസ് 0. 5 മൈനസ് 0 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 5 തന്നെയാണ്. Now what about the time? ഈ ഒരു ചേഞ്ച് വെലോസിറ്റിയിലുള്ള ഈ ഒരു ചേഞ്ച് എടുക്കുന്നതിന് വേണ്ടി എത്ര ടൈം എടുത്തു? 0 തൊട്ട് 5 സെക്കൻഡ് വരെ അല്ലേ? സോ 0 തൊട്ട് 5 സെക്കൻഡ് വരെ എന്ന് പറയുമ്പോൾ അവിടെ എത്രയാണ് ടൈം? യെസ്, ദാറ്റ് ഈസ് ഓൾസോ 5. Okay, now we have to find the acceleration. So what is the formula for acceleration? Acceleration is the change in velocity by time. So acceleration A is equal to change in velocity, that is v minus u. V minus u, in this case v minus u is 5. And what about the time? Time taken, that is also 5. So 5 by 5. ഏതൊരു നമ്പറിനെയും അതേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ് ആൻസർ വരിക? That is 1. So the answer is 1. Also, what about the unit of acceleration? Meter per second square. So in this case, in the first case, that is from A to B, the acceleration is 1 meter per second square. ഒന്നുകൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ഒരു പൊസിഷൻ കൂടി എടുക്കാം, ദാറ്റ് ഇസ് B to C. Second case. So B തൊട്ട് C വരെ. So in this case, what about the initial velocity? B യിൽ നിന്നും C യിലേക്കാണ്. So initial velocity, B യിലുള്ള velocity, that is 5 meter per second. And what about the final velocity? B to C എന്ന് പറഞ്ഞാൽ C യിലുള്ള velocity ആണ് final വരിക. So that is 10 meter per second. And here what is the change in velocity? How we will calculate the change in velocity? Final minus initial, that is V minus U. So here 10 minus 5. What is 10 minus 5? 5. And in this case, what about the time taken? നോക്കൂ, B നിന്ന് C യിലേക്ക് വരുന്നത് വരെ, that is 5 second to 10 second. അപ്പോൾ 5 second നിന്ന് 10 secondലേക്ക് ആവാൻ എത്ര ടൈം എടുത്തിട്ടുണ്ട്? 5.
അല്ലേ? So in this case, acceleration is equal to again change in velocity by time. Here what is the change in velocity? 5. So 5 divided by time. Time is also 5. So 5 by 5. What is the answer? 1 meter per second square. So in this manner we can calculate acceleration. So ഇനി ഇവിടെ C യിൽ നിന്നും D യിലേക്ക്, D യിൽ നിന്നും E യിലേക്ക്, അതേപോലെ E യിൽ നിന്നും F യിലേക്കും ഒക്കെ acceleration കണ്ടുപിടിക്കാനായിട്ട് പറ്റും. Okay, so that you can do by yourself. അപ്പോൾ ഈ ഓരോ ഡിഫറെന്റ് കേസിലും എങ്ങനെയാണ് ആക്സിലറേഷൻ വരിക എന്നുള്ളത് കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടും. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ആക്സിലറേഷൻ എങ്ങനെ കണ്ടുപിടിക്കണം എന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? Hope you understood the concept acceleration. Now we have some situations in which acceleration occurs. Already നമ്മൾ പറഞ്ഞു ഒരു ട്രെയിൻ സ്റ്റേഷനിൽ സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഇറ്റ്സ് an example for accelerated motion. അതേപോലെ ആക്സിലറേഷൻസ് വരുന്ന സിറ്റുവേഷൻസ് ആണിത്. The motion of a coconut falling from a coconut tree. ഒരു കോക്കനട്ട് ട്രീന്ന് കോക്കനട്ട് താഴേക്ക് വീഴുക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് an example for accelerated motion. Then a moving ball coming to rest. A moving ball coming to rest. ആദ്യം ബോൾ നന്നായി മൂവ് ചെയ്തു, നല്ല സ്പീഡിൽ മൂവ് ചെയ്തു, പിന്നെ റെസ്റ്റിലേക്ക് വരിക എന്ന് പറയുമ്പോൾ എന്താണ്, അതിന്റെ സ്പീഡ് കുറഞ്ഞ് അവസാനം എന്താവും, അത് ഒരു സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലെത്തും അല്ലേ? സോ ഇറ്റ് ഈസ് an example for accelerated motion. And finally the motion of a ball rolling down a hill. ഒരു ഹില്ലിൽ നിന്ന് റോൾ ചെയ്ത് വരുന്ന ഒരു ബോൾ, that is also an accelerated motion. Okay, so hope you understood these situations in which acceleration occurs. Hope you understood these examples. So simple ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലറേഷൻ എപ്പോഴാണ് occur ചെയ്യുക? If there is a change in velocity. വെലോസിറ്റിക്ക് ചേഞ്ച് വരുന്ന എല്ലാ സിറ്റുവേഷൻസിലും എന്തുണ്ടാവും? ആക്സിലറേഷൻ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് സ്റ്റേഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ട്രെയിൻ, ആ ട്രെയിനിന്റെ വെലോസിറ്റി ജേർണിയിൽ ത്രൂ ഔട്ട് ഒരേ വെലോസിറ്റിയിലല്ല അല്ലെ, വെലോസിറ്റി മാറി പോകും. അതുകൊണ്ടാണ് സ്റ്റേഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ട്രെയിൻ ഇറ്റ്സ് an example for acceleration എന്ന് പറഞ്ഞത്. Okay, so is it clear? Now let's learn the last topic, that is റിട്ടാർഡേഷൻ. അപ്പൊ എന്താണ് റിട്ടാർഡേഷൻ? നമ്മൾ കുറച്ചു മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊരു കാറിൽ ട്രാവൽ ചെയ്യാണ്, അപ്പോൾ കാറിന്റെ സ്പീഡ് നമ്മൾ ആക്സിലറേറ്ററിൽ പ്രസ് ചെയ്ത് സ്പീഡ് കൂട്ടും. സോ ദാറ്റ് ഈസ് ആക്സിലറേഷൻ. എങ്ങനെയാണ് ആ സ്പീഡ് കുറയ്ക്കുക? ബ്രേക്കിൽ പ്രസ് ചെയ്യുമ്പോൾ സ്പീഡ് കുറയും അല്ലെ, അപ്പോൾ അവിടെ ആക്സിലറേഷൻ കുറയാണ്. സോ വാട്ട് ഈസ് റിട്ടാർഡേഷൻ? യെസ്, ആക്സിലറേഷൻ കുറയുന്നതിനെയാണ് നമ്മൾ റിട്ടാർഡേഷൻ എന്ന് പറയാ അല്ലെ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ബ്രേക്ക് പ്രസ് ചെയ്തിട്ട് നമുക്ക് ആക്സിലറേഷൻ കുറയ്ക്കാം ട്രാവൽ ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞിരുന്നു അല്ലെ. സോ റിട്ടാർഡേഷൻ ഇസ് ദ നെഗറ്റീവ് ആക്സിലറേഷൻ. നെഗറ്റീവ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലറേഷൻ കുറയുക എന്നുള്ള മീനിങ് ആണ്. സോ റിട്ടാർഡേഷൻ ഇസ് ദ നെഗറ്റീവ് ആക്സിലറേഷൻ. സോ റിട്ടാർഡേഷൻ വരുന്ന ഒരു എക്സാമ്പിൾ ഏതാണ്? ഫോർ എക്സാമ്പിൾ എ മൂവിംഗ് ബോൾ കമ്മിങ് ടു റെസ്റ്റ്. എ മൂവിംഗ് ബോൾ കമ്മിങ് ടു റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിന്റെ വെലോസിറ്റി കുറഞ്ഞ് സീറോ ആവുകയല്ലേ ചെയ്യുക. റെസ്റ്റിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഒന്നുമില്ല, സീറോ ആവുകയാണ്, 0 meter per second ആണ്. So hope you have understood the topic retardation. അപ്പോൾ വെലോസിറ്റിയിലുള്ള ഇൻക്രീസിനെയാണ് നമ്മൾ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അതേപോലെ വെലോസിറ്റിയിലുള്ള ഡിക്രീസിനെ അല്ലെങ്കിൽ നെഗറ്റീവ് ആക്സിലറേഷനെയാണ് നമ്മൾ എന്ത് പറയുക? യെസ്, റിട്ടാർഡേഷൻ എന്ന് പറയാം. സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്സിലറേഷൻ ആൻഡ് റിട്ടാർഡേഷൻ. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, എക്സസീവ് സ്പീഡിന് കാരണമാകുന്ന ഒന്നാണ് ആക്സിലറേഷൻ അല്ലെ. നമ്മൾ വെഹിക്കിൾസിൽ ആക്സിലറേറ്റർ പ്രസ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ സ്പീഡ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം ഓവർ സ്പീഡിലാണ് നമ്മൾ വെഹിക്കിൾസ് ഒക്കെ ഡ്രൈവ് ചെയ്യണമെങ്കിൽ ഇറ്റ് മേ കോസ് ആക്സിഡൻസ് അല്ലെ. അപ്പോൾ ആക്സിഡൻസ് കാരണമുള്ള ഡെത്തിലേക്ക് വേണമെങ്കിൽ അതിന് ലീഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആക്സിഡൻസ് കുറയ്ക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഒന്ന്, ഓവർ സ്പീഡ് അല്ലെ. ഓവർ സ്പീഡിൽ നമ്മൾ വെഹിക്കിൾസ് ഡ്രൈവ് ചെയ്യാനായിട്ട് പാടില്ല, അല്ലെങ്കിൽ വെഹിക്കിൾസിൽ പോകാനായിട്ട് പാടില്ല. Then the second one is we have to obey the traffic rules അല്ലെ. ട്രാഫിക് റൂൾസ് ഒക്കെ നമ്മൾ ഒബേ ചെയ്യണം. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് to an extent നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആക്സിഡൻസിനെ ഒക്കെ നമുക്ക് മിനിമൈസ് ചെയ്യാനായിട്ട് പറ്റും. ആക്സിഡന്റ് റേറ്റ്സ് നമുക്ക് മിനിമൈസ് ചെയ്യാനായിട്ട് പറ്റും. സോ റിഗാർഡിംഗ് ദിസ് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇതിനെക്കുറിച്ച് എന്തൊക്കെയോ പറയാനുണ്ട്. സോ നമുക്ക് എന്താണെന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ അല്ലെ. ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒരുപാട് ഐഡിയാസ് നിങ്ങൾക്ക് കൺവേ ചെയ്ത് തന്നിട്ടുണ്ട്, റൈറ്റ്? ഓക്കെ, അപ്പോൾ എക്സസ് സ്പീഡ് മാത്രമാണോ എപ്പോഴും ആക്സിഡൻസ് ഉണ്ടാവാൻ കാരണം? അല്ല, കെയർലെസ്നെസ് ഓഫ് പെഡസ്ട്രിയൻസ്, ദാറ്റ് ഈസ് ഓൾസോ എ റീസൺ. പെഡസ്ട്രിയൻസ് എന്ന് പറഞ്ഞാൽ ആരാ?
യെസ്, കാൽനട യാത്രക്കാർ അല്ലേ. അപ്പൊ ആക്സിഡൻസ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആക്സിഡന്റ് റേറ്റ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാൽനട യാത്രക്കാർ അല്ലെങ്കിൽ പെഡസ്ട്രിയൻസും അവരും പ്രിക്കോഷൻസ് എടുക്കണം. So in order to avoid accidents, what precaution should pedestrians take? So that's a homework for you. Try to find out those precautions. Okay. So that's all about the second chapter, motion. So in this chapter we have discussed some new concepts. So hope you understood all the concepts which we have discussed in this chapter. If you have any confusions regarding any of the topics, please feel free to contact. So that's all for today. See you in the next session. Till I meet you in the next session, it's a bye from me, Kirti teacher.